ഹായ്. ഇത് നമുക്ക് പുതിയൊരു ആപ്പ് പരിചയപ്പെടാം. കഴിഞ്ഞ ശേഷം നമുക്ക് ക്ലോണിങ് നടക്കുന്നുണ്ടല്ലോ. പുതിയൊരു ആപ്പുണ്ട്, സംഭവം സക്സസ്ഫുൾ ആണ്. ഓക്കെ, ഇതിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓക്കെ, ഇതാണ് നമ്മുടെ ആപ്പ്. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് ബാക്കി മൊത്തം പഴയ പോലെ തന്നെ ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ആഡ് ബട്ടൺ ഞെക്കിയിട്ട് നമ്മുടെ ആപ്പ് ഉണ്ടല്ലോ, ഈ ഫുട്ബോളിൻ്റെ ആപ്പ് സ്ക്രോൾ ചെയ്ത് കണ്ടെത്തി ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ട് അത് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, പിന്നെ ഇത് ഓപ്പൺ ആക്കുക. ഇത് ആഡ് ആക്കിയതിന് ശേഷം നമ്മൾ ആപ്പ് ഓപ്പൺ ആക്കുക. ഓക്കെ, ഓപ്പൺ ആകുന്നുണ്ട്. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. സ്റ്റെപ്പൊക്കെ അതേപോലെ തന്നെയാണ്. ഡാറ്റ ട്രാൻസ്ഫറിൽ പോയിട്ട് ഇതിലുണ്ടല്ലോ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന ട്രാൻസ്ഫർ ഡാറ്റ ടു കൊണാമി ഇവിടെയാണ് നോക്കേണ്ടത്. നമ്മൾ ഈ ക്രോമിൽ കൊടുക്കരുത്, നേരെ ബിൽറ്റ് ഇൻ ബ്രൗസറിൽ കൊടുക്കുക. ഇത് ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തുകൊണ്ട് കേട്ടോ, നിങ്ങൾക്കത് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇതേപോലെ തന്നെ വരിക. ഇതിൽ കൊടുക്കുക. നമ്മുടെ കൊണാമിയുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ചെയ്തതിന് ശേഷം ഓൾറെഡി നമ്മുടെ ബാക്കിലോട്ട് വിൻഡോ പോകും. ഡാറ്റ ട്രാൻസ്ഫർ ഇങ്ങനെ കാണിക്കില്ല, സക്സസ്ഫുൾ എന്ന് കാണിക്കും. നമുക്ക് സാധാരണ പോലെ തന്നെ ലോഗിൻ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്രോമിലേക്ക് പോകാണ്ട് ബിൽറ്റ് ഇൻ ബ്രൗസറിൽ പോകുന്നത് മാത്രമേ ഉള്ളൂ. സംഭവം സക്സസ്ഫുള്ളാണ്. ഓക്കെ, Excuse me, boss. You have a text message. Excuse me, boss. Excuse me, boss. You have a text message. പഴയ പാക്കേജ് കുഞ്ഞിന് ഓക്കെ, എത്രയാണ് എല്ലാവരും ട്രൈ ചെയ്ത് അപ്ലോഡ് ചെയ്തൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ക്ലോൺ ചെയ്യാത്ത ഇത്. ഓക്കെ,
papillon, bic un nez à